വയനാട് ദുരന്തത്തിൽ അതിജീവനത്തിന്റെ ആദ്യമായി വന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. നമ്മൾക്ക് വലിയ അത്ഭുതത്തോടു കൂടി നോക്കിയ ഒരു ദൃശ്യമാണ്. ആ മനുഷ്യനെ രക്ഷിച്ച രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ സുൽത്താൻ ബത്തേരി ഫയർഫോഴ്സിന്റെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ നിതീഷ്, അതുപോലെ തന്നെ നിവിൽ ദാസ്, ഈ രണ്ട് ഉദ്യോഗസ്ഥർ ചേർന്നാണ് അദ്ദേഹത്തെ രക്ഷിച്ച. അരുൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങള് രാവിലെ വരാൻ നേരത്ത് അവിടെയായിരുന്നു മേജറായ ഇൻസിഡന്റ്. ആ തുരുത്തിൽ ആൾക്കാർ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മേജറായിട്ട് അവരെയൊക്കെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു നാട്ടുകാർ പറയുന്ന ഒരാള് നെഞ്ചിന്റെ ഒപ്പം ചെളിയിൽ പൊതഞ്ഞു പോയിട്ട് കൈകാലിട്ട് ഇടയ്ക്ക് മാത്രം കൈയിട്ട് കാണിക്കുന്നു, ബാക്കിയുള്ള കാണുന്നില്ല എന്ന രീതി. അപ്പൊ ഞങ്ങള് തടിയൊക്കെ വെട്ടിയിട്ട് ഇവിടെ എത്തുകയും ഇവിടെ എത്തുമ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ കൈയിട്ട് കാണിക്കുന്നുണ്ട്, വേറെ അയാൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്താക്കി, ആദ്യം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മരത്തടി എടുത്തിട്ട് പുഴയ്ക്ക് കുറുകെ കിടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശക്തമായ ഒഴുക്കില് മരത്തടി ഒഴുകിപ്പോയി ചെയ്തേ. അപ്പോഴാണ് ഞങ്ങൾ ലാഡറിനെ കുറിച്ച് ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ആലോചിച്ചത്. ആദ്യം ഞങ്ങൾ ലാഡർ ഇട്ട് ഇറക്കി, വീണ്ടും ലാഡർ എടുത്തു, രണ്ടാമത്തെ പുഴയ്ക്ക് കുറുകെ കിടന്നു, വീണ്ടും പുഴ കടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ടാസ്ക് വന്നത്. എല്ലാവരുടെയും നെഞ്ചറ്റം ചെളിയാണ്. പിന്നെ ഞങ്ങൾ മാക്സിമം ലാഡറിൽ പിടിച്ചുകൊണ്ട് പിന്നെ ചെളി നീന്തി കിടക്കുകയും അവിടെ എത്തി. പിന്നെ നിബിൽദാസ് അവിടെ ഇറങ്ങുകയും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ചെളിയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിനെ ഉയർത്തുകയും ചെയ്യുന്നതാണ് ശരിക്കും സംഭവിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ടാസ്ക്. നമ്മൾ ആ ടാസ്കിന്റെ എൻഡിൽ അയാൾ ലൈവാണ്. ഇപ്പോൾ നിലവിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. അയാളെ ഫാമിലിയും എല്ലാം സംസാരിച്ചിരുന്നു. ലൈവാണെന്നും അയാൾ ഓക്കെ ആണെന്നും പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു ശരിക്കും ചരിതാർത്ഥ്യം ഉണ്ടായത്. ഈ ഒരു ദുരന്തത്തിൽ ഒരാളെ ഈ ഒരു ഇത്രയും രീതിയിൽ രക്ഷിക്കാൻ പറ്റിയെന്ന്. കാരണം ആദ്യത്തെ ഫസ്റ്റ് റെസ്പോണ്ടിന്റെ ടീമും നമ്മളായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തുരുത്തുനിന്ന് തന്നെ എനിക്ക് തോന്നുന്നു 10-70 പേരെ രക്ഷിച്ചിരുന്നു. പലതരത്തിലുള്ള ആൾക്കാരെ, നടക്കാൻ വയ്യാത്ത ഗർഭിണിയുള്ള ആൾക്കാരെ. അതിനുശേഷമാണ് ഇതിലേക്ക് വന്നത്. പുഴയുടെ സ്ഥിതിയാണ് ഞങ്ങളെ പലപ്പോഴും പേടിപ്പിച്ചത്. കാരണം ശക്തമായ വെള്ളം പാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയൊരു തടിയാണ് ഞങ്ങൾ ആദ്യം എല്ലാവരും കൂടി ചുമന്നിട്ടത്. പക്ഷെ അത് ഈ വളരെ ലാഘവത്തോടുകൂടി പുഴ എടുത്തു കളയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും പേടി, തിരിച്ചു വരുമ്പോഴും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുമോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും പിന്നെ നികുതി പണത്തിൽ നിന്ന് എന്താ പറയാ ശമ്പളം മേടിക്കുന്ന ഞങ്ങളെ ആ ഒരു ജീവൻ രക്ഷിക്കാതെ പോകുന്നതല്ല. പിന്നെ ഞങ്ങൾ ഈ കുപ്പായിട്ട് അർത്ഥമില്ലാന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് കണ്ടില്ല എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇപ്പം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആയാലും നിബിൽദാസ് ആയാലും അവരൊക്കെ തന്നെ പറയുന്നത്. അവരുടെ ശരീരത്തോളം മണ്ണുണ്ടായിട്ട് പോലും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലേ, വല്ലാത്തൊരു സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് നിങ്ങൾ ഇറങ്ങിയതല്ലേ. നമ്മളവന്റെ ജീവൻ രക്ഷിക്കാണ്ട് നമ്മുടെ ജീവൻ നിലനിന്നിട്ട് കാര്യമില്ലല്ലോ സാറേ. അതാണ് നമ്മൾ ഇറങ്ങിയത്. എന്തൊരു മറുപടിയാണിത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെ മനസ്സിൽ തട്ടുകയാണ്. കാര്യം അത്രയും സ്വന്തം ജീവൻ പോലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാതെ സ്വന്തം ജീവൻ നിലനിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണ് കുറേയേറെ ആൾക്കാരെ സംരക്ഷിച്ചത്. ഈ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവർക്കൊപ്പം തന്നെ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. നിവിൽദാസ് അവിടെ ഇറങ്ങി ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം അരുൺ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു, അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ജീവൻ രക്ഷിച്ചതിന്റെ ചരിതാർത്ഥത്തിലാണ് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുള്ളത്. ജോബിൻ തേക്കടിക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.